അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണേ? എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. ഞാൻ ഇപ്പോ ഒരു 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. ഞങ്ങളിപ്പോ 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. അമ്മയല്ലേ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിച്ചതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനും അവന്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാര്, അതുപോലെ ഞാൻ, ഇവള്, അമ്മ, ചിഞ്ചു എല്ലാരും കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചു. അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. നീ ഒരു ദിവസം വീടിന് വേണ്ടി ചെലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം. അല്ലാതെ വീട് നോക്കിയ മാന്യന്മാർ എന്ന് ഈ എന്റെ ഒക്കെ വന്നിട്ട് തെറി പറയാൻ വന്നവന്മാരെ കുറിച്ച് നീ വലിയ ന്യായം പറയണ്ട. നാളെ അവന്മാർക്കൊരു അവസരം വരുമ്പോ നിന്നെയും അമ്മച്ചിയെ ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കാനേ നോക്കുള്ളൂ. അത് നിങ്ങൾക്കും അറിയായിരിക്കും. നിങ്ങളിപ്പോ തിരിച്ച് അവന്മാരെ മുതലെടുക്കുമായിരിക്കും എനിക്കിപ്പോ തോന്നുന്നത്. വർത്താനം പറയല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ദേഷ്യത്തിന്റെ പുറത്ത് അല്ലെ വൈരാഗ്യത്തിന്റെ പുറത്ത്. കാരണം ഞാൻ എന്റെ ഭാര്യക്ക് എന്റെ ലൈഫിൽ ഒരു സ്പേസ് കൊടുക്കുന്നു. ഞാൻ എന്റെ ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്നു. എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോഴും ഞാൻ പ്രശ്നേഷായത് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ. അമ്മച്ചി എന്റെ വല്യച്ഛൻ തെറി പറയുന്നതിന്റെ പേരല്ല വല്യച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയത്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. തിങ്കളാഴ്ചയല്ലേ വിളിച്ച? അല്ല, ഞായറാഴ്ച നമ്മൾ വിളിച്ചത്. അല്ലല്ല, ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച. അല്ല, ഞായറാഴ്ച നമ്മൾ പോയി. ഞായറാഴ്ച പോയി, അവിടെ ആരും ഇല്ല, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. തിങ്കളാഴ്ച പോയി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇടുന്നത് അതിന് നീ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലടി. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയ. മനസ്സിലായി. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതില് ഭയങ്കരമായ വിരുദ്ധതയുണ്ട്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും അതിപ്പോ പറയല്ലേ, പുറത്തിപ്പോ പറയണ്ട. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നാളെ ചെന്ന് സംസാരിക്കാം. ഇനി കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിയുമ്പോ യോഗം അവസാനിച്ചിരിക്കുന്നു. എല്ലാരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.